ബാഹുബലിയെ പിന്നിൽ നിന്ന് കുത്തുന്ന കട്ടപ്പ. സിനിമയിലെന്ന പോലെ രാഷ്ട്രീയ ആഖ്യാനത്തിലും സൂപ്പർ ഹിറ്റായ കട്ടപ്പയുടെ റോളാണ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്കെന്നാണ് NSSന്റെ സമദൂര മാറ്റത്തിനെതിരെ പ്രതിഷേധിക്കുന്നവരുടെ ഏകസ്വരം. പത്തനംതിട്ട വെട്ടിപ്പേർത്തുയർന്ന ആദ്യ ബാനർ മുതൽ ഇന്നുയർന്ന കോലഞ്ചേരിയിലെ ബാനർ വരെ 22 ഇടങ്ങളിലാണ് ഇതുവരെ സുകുമാരൻ നായരെ കട്ടപ്പയോട് ഉപമിച്ച് പ്രതിഷേധങ്ങളുണ്ടായത്. 250 കൊടുത്താൽ ഏത് അലവലാതിക്കും ഫ്ലക്സ് അടിക്കാമെന്നും 4 നായന്മാർ രാജിവെച്ചാൽ NSSന് ഒരു ചുക്കുമില്ലെന്നും പറഞ്ഞ് സുകുമാരൻ നായർക്ക് പിന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കുമെന്ന് പ്രഖ്യാപിച്ച മന്ത്രി KB ഗണേഷ് കുമാറിനെതിരെയും രൂക്ഷ വിമർശനം ഉയർന്നിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ നിന്നാണല്ലോ NSS നായർ സർവീസ് സൊസൈറ്റിയെ നശിപ്പിക്കാനുള്ള എല്ലാ കേസുകളും വ്യവഹാരങ്ങളും ഒരുങ്ങുന്നതും വരുന്നതും പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ്. പണം ചെലവാക്കുന്നതും പ്രവർത്തിക്കുന്നതും കോടതികളിൽ കള്ളക്കേസ് കൊടുക്കുന്നതും എല്ലാം പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ്. അപ്പോൾ അവിടെ ഒരു ഫ്ലെക്സ് ബോർഡ് 250 രൂപ കൊടുത്ത് ഏത് അലവലാതിക്ക് ഒരു ഫ്ലെക്സ് ബോർഡ് അടിക്കാം. പത്തനംതിട്ടക്കാരെ മണ്ടയ്ക്ക് കയറാൻ ഗണേഷ് കുമാർ വരണ്ട. ഇപ്പൊ സുകുമാരൻ നായരുടെ മൂട് താങ്ങി നിൽക്കുന്നത് ഗണേഷ് കുമാർ എന്തുകൊണ്ടാണെന്ന് അടുത്ത ജനറൽ സെക്രട്ടറി ആകാൻ വേണ്ടിയാണ്. തിരുവനന്തപുരത്തെ കുറ്റാനിക്കാട്, കോട്ടയത്തെ കിളിരൂർ, പത്തനംതിട്ടയിലെ മയിലാടുംപാറ എന്നീ 3 കരയോഗങ്ങൾ മാത്രമാണ് ഇതുവരെ ജനറൽ സെക്രട്ടറിക്കെതിരെ പരസ്യമായി രംഗത്ത് വന്നത്. അപ്പോഴും മയിലാടുംപാറ കരയോഗം ഒഴികെ ഒരിടത്തും ബോർഡും ബാനറും വെച്ചതിന്റെ ഉത്തരവാദിത്വം ആരും ഏറ്റെടുത്തില്ല. സമദൂരം വിട്ടുള്ള NSSന്റെ ശരിദൂരമാറ്റത്തിൽ ആശങ്കയുണ്ടെങ്കിലും പ്രതികരണം സൂക്ഷ്മതയോടെ മതിയെന്നാണ് കോൺഗ്രസ് തീരുമാനം. NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്കെതിരെ പ്രത്യക്ഷപ്പെടുന്ന ബാനറുകൾ BJP സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോടെയാണെന്ന BJP മുൻ സംസ്ഥാന സെക്രട്ടറിയും പത്തനംതിട്ട ഓമല്ലൂർ NSS കരയോഗം പ്രസിഡന്റുമായ AG ഉണ്ണികൃഷ്ണന്റെ ആരോപണവും ഇതിനിടെ പുറത്തു വന്നിട്ടുണ്ട്. NSS സർക്കാർ അനുകൂല നിലപാട് സ്വീകരിച്ചാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ദോഷം ചെയ്യുമെന്ന് BJP ഭയക്കുന്നുണ്ടെന്നാണ് AG ഉണ്ണികൃഷ്ണന്റെ പക്ഷം. തീർച്ചയായിട്ടും BJPയുടെ സംസ്ഥാന നേതൃത്വത്തിന് അറിവോട് തന്നെയാണ് ഇവരെക്കാലവും NSSന്റെ സഹായം കിട്ടുന്ന ഒരു പ്രതീക്ഷ ഉണ്ടാകാം. പക്ഷേ സ്വാഭാവികമായിട്ട് ഇപ്പോൾ NSS എടുത്ത നിലപാട് സ്വാഭാവികമായിട്ട് ഇവരിൽ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ബാഹുബലിയെ പിന്നിൽ നിന്നും കുത്തുന്ന കട്ടപ്പയ്ക്ക് പിന്നിലാര്?